ഹായ് വെൽക്കം ടു കോഡിയോറക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗിബ്ലി സ്റ്റൈൽ ഇമേജസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുമെന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ChatGPT യൂസ് ചെയ്യാം. ChatGPT നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ChatGPT ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുള്ള ഗിബ്ലി സ്റ്റൈൽ ഇമേജസ് ജനറേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ChatGPTയിലേക്ക് പോകുക. ChatGPT ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ലോഗിൻ സ്ക്രീൻ. ജസ്റ്റ് നമ്മൾ ലോഗിൻ കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മളിപ്പം ഓൾറെഡി നമുക്ക് ഗൂഗിളിൻ്റെ അകത്ത് ലോഗിൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഗിൻ ആവും. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഞാൻ ഓട്ടോമാറ്റിക് ലോഗിൻ ആയതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ ആഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ ഗിബ്ലി സ്റ്റൈൽ ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ തന്നെ ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ആഡ് ഫോട്ടോ ആൻഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് എ ഗിബ്ലി സ്റ്റൈൽ ക്രിയേറ്റ് ദിസ് ഇമേജിൻ്റെ ഗിബ്ലി സ്റ്റൈൽ ആനിമേഷൻ എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ബട്ടൺ ഉണ്ടാവും. ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇത് ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്കൊരു ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഗിബ്ലി സ്റ്റൈൽ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്ത ഒരു ഫോട്ടോയുടെ എക്സാക്റ്റ് ഒരു ഗിബ്ലി സ്റ്റൈൽ ഇമേജാണ് ഇതിപ്പോൾ ജനറേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇത് വീണ്ടും ആഡ് ചെയ്യും. എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ന്യൂ ഇയർ മെസ്സേജും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ന്യൂ ഇയർ മെസ്സേജ് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ആടെ ന്യൂ ഇയർ മെസ്സേജ് ഓൺ ദിസ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ന്യൂ ഇയർ മെസ്സേജ് ഓൺ ദിസ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് തന്നെ ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫോട്ടോയിൽ ആ ഒരു മെസ്സേജും കൂടെ ആഡ് ചെയ്ത് വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അവിടെ കാണിക്കും. നമ്മൾ ആ ഇമേജ് ലോഡ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഇമേജ് ജനറേഷൻ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഡിസ്പ്ലേ ആവും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞ ആ മെസ്സേജിൻ്റെ അത് ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ എന്നും കൂടെ ആഡ് ചെയ്ത് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടത് ChatGPT ഈ ഫോട്ടോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ ഇവിടെ ഇത്രയും പാർട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഇവിടെ സെലക്ഷൻ എന്ന് പറഞ്ഞ് ആ സെലക്ട് ചെയ്തേക്കുന്ന സംഭവം ഇവിടെ സെലക്ട് ആയിട്ട് നിൽക്കുന്ന കാണാനായിട്ട് കഴിയും. സെലക്ഷൻ. എന്നിട്ട് ഇവിടെ നമ്മൾ റിമൂവ് ദിസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിമൂവ് ആവും. റിമൂവ് ദിസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പാർട്ട് റിമൂവ് ആവും. കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. അതുപോലെ അൺഡു ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ അൺഡു ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഇതുപോലെ എടുക്കാം. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും ആൾക്കാർക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മെസ്സേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എന്ത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ChatGPT ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു ഗിബ്ലി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.